ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ അന്നേ എഡിറ്റ് ചെയ്തിടണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഓണം കഴിഞ്ഞപ്പം മുതൽ ഓണത്തിന് 2-3 ദിവസത്തിന് മുമ്പ് മുതൽ ഞാൻ ഭയങ്കര തിരക്കായിപ്പോയി. എനിക്കറിയാൻ പാടില്ല, എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പോലും പറ്റാത്ത വിധത്തിൽ തിരക്കായിപ്പോയി. പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ഒത്തുകൂടി കഴിയുമ്പോൾ അതെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ അധികമായിട്ട് ഫോൺ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനും കിങ്ങിണിയും മാത്രം ഫോൺ എടുക്കും, ബാക്കി ആരും ഫോൺ എടുക്കാറില്ല. അതും നമ്മൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ എടുത്ത് വയ്ക്കും. അല്ലാതെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ മാറിയിരുന്ന് എഡിറ്റ് ചെയ്യുമോ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ ഫുൾ ടൈം ഫാമിലിയായിട്ട് സംസാരിച്ചിരിക്കുക. ടെസ്സിച്ചി പിന്നെ നന്ദു നമ്മളെല്ലാവരും ഫുള്ള് എൻജോയ് ചെയ്തിരിക്കാനാണ് നോക്കുന്നത്, അല്ലാതെ ആരും ഫോണിൽ കളിക്കാനൊന്നും പോവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫോണിൻ്റെ കാര്യമേ മറന്നുപോയി. പക്ഷെ വീഡിയോകളൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. പിന്നെ ഓണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു ഷൂട്ടുണ്ടായിരുന്നു. ആ ഷൂട്ടിനൊക്കെ പോയിട്ട് വന്നു. നിലമ്പൂരായിരുന്നു കേട്ടോ ഷൂട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഫേസിലും കയ്യിലും ഒക്കെ ഇടുന്നത് മസാജിങ് ഓയിലാണ് കേട്ടോ. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ ഒരു മസാജിങ് ഓയിലും അതുപോലെ തന്നെ ഒരു ഹെയർ ഓയിലുണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഒരു ഹെയർ ഓയിലാണെങ്കിലും ഈ ഒരു ഫേസ് ഓയിലാണെങ്കിലും എനിക്ക് നല്ലപോലെ റിസൾട്ട് തന്നു കേട്ടോ. ഈ ഫേസ് ഓയിൽ പപ്പായ അതിൻ്റെ എന്തോ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ തേച്ചപ്പോഴത്തേക്കിനും ചേച്ചി ചോദിച്ചു എന്താ തേക്കുന്നതെന്ന്. എന്നാൽ പിന്നെ അവളെയും വെറുതെ ഇരുത്തേണ്ട, അവൾക്ക് കൂടെ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് തേച്ച് കൊടുക്കുകയാണേ. പിന്നെ അതാ ടി വിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ആണ് കേട്ടോ. ഞാനാണെങ്കിൽ ഹോട്ട്സ്റ്റാർ പ്രൈം ചെയ്തിട്ടിട്ടുണ്ട്. മറ്റേ നമുക്ക് ലൈവ് കാണാനും അതുപോലെ തന്നെ അന്നന്നത്തെ എപ്പിസോഡ് കാണാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടതാണ്. കാരണം ഞാൻ ബിഗ് ബോസിൻ്റെ വലിയൊരു ഫാന്. അപ്പോൾ എനിക്ക് ടി വിയിൽ ഒരു പക്ഷേ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ കാണാൻ വേണ്ടിയിട്ട് എടുത്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കണക്ട് ചെയ്ത് ഹോട്ട്സ്റ്റാറൊക്കെ കണക്ട് ചെയ്ത് ടി വിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അമ്മയുടെ വിളി വന്ന് ഇതൊന്ന് ചിരുകി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തേങ്ങ തിരുമ്മി കൊടുക്കുവാണ്. ഞാൻ ഭയങ്കര ഫാസ്റ്റിലാണ് കേട്ടോ തേങ്ങ തിരുമ്മുന്നത്. എനിക്ക് പോയിട്ട് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ കൂടി ഞാൻ തേങ്ങയൊക്കെ പെട്ടെന്ന് തിരുകി തീർക്കുവേ. ഫസ്റ്റ് എനിക്ക് തേങ്ങ തിരുകാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് തേങ്ങ തിരുകാൻ പഠിച്ചത് നന്ദുവിൻ്റെ അച്ഛൻ, അതായത് എൻ്റെ ഉപ്പാപ്പൻ ബാംഗ്ലൂരായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം സ്കൂളിൽ പഠിച്ച സമയത്ത് വെക്കേഷന് ഞാനും നന്ദുവും ഷിനുവണ്ണനും ഞങ്ങളെല്ലാവരും കൂടെ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, 6 അങ്ങോട്ട് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് ഉപ്പാപ്പനവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ തേങ്ങ തിരുമ്മാൻ പഠിച്ചത്. പിന്നെ നമ്മുടെ ഇമ്പിഡൂസ് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അവനും 2-3 ദിവസമായിട്ടേ ഭയങ്കര തിരക്കാണ്. അവന് വഴക്കുണ്ടാക്കാനും ബഹളവും എല്ലാവരുടെ അനക്കമൊക്കെ വന്നപ്പോഴത്തേക്കിനും അവൻ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അതുകൊണ്ട് തന്നെ അവന് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം വഴക്കുണ്ടാക്കി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ ടെൻസണ്ണൻ ഇവിടെ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിഗ് ബോസ് കാണാത്ത ആളാണ് ബിഗ് ബോസ് ഇരുന്ന് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ, ബിഗ് ബോസ് കാണാത്തവർ കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഒന്നുകൂടെ കണ്ടിട്ട് പോകാം എന്നുള്ള ഒരു ഇത് വരുമല്ലോ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലെ വേറൊരു യൂട്യൂബർ ഉണ്ടല്ലോ, കിങ്ങിണി ചേച്ചിയും വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അവളും വീഡിയോ എടുത്ത് ഇങ്ങനെ വെക്കുന്നതല്ലാണ്ട് എഡിറ്റ് ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് പെയ്യെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കുമായിരിക്കും. പിന്നെ ഇന്നലെ നമ്മൾ വീട്ടുകാർ, അതായത് മോൻ ചാച്ചൻ, ഞാൻ, കിങ്ങിണി ചേച്ചി, നൈനൂട്ടി, ലിയോസ്, ലിയോണ, നമ്മൾ ഇത്രയും പേരും തിരുവോണത്തിന് ഫുഡ് വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ബാക്കി എല്ലാവർക്കും അമ്മയ്ക്കൊരാഗ്രഹം ഫുഡ് വെച്ച് കൊടുക്കണം എന്ന്. അങ്ങനെ നന്ദു വന്നു, ടെസ്റ്റേച്ചി വന്നു, പിന്നെ മനീഷേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, കിങ്ങിണി ചേച്ചി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഈ കഴിക്കുന്നത് ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ. പക്ഷേ കഴിക്കുന്ന ടൈം ഉച്ചയല്ല, രാത്രിയാണ്. അമ്മയാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്കിനും ടെസ്റ്റേച്ചിക്കും നന്ദുവിനും ടെൻസണ്ണനും ഒക്കെ ഷിനുവണ്ണൻ്റെ വൈഫ്, അതായത് നമ്മുടെ ദേവുവിൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിന് പോയേക്കുമായിരുന്നു.
എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇവിടുന്ന് കഴിക്കാമെന്ന്. അപ്പോൾ എന്തായാലും വൈകിട്ടായി. അപ്പം ഞങ്ങളെല്ലാവരും കൂടി രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫാമിലി ഫുള്ള് ഇങ്ങനെ ഒത്തുകൂടുമ്പോഴത്തേക്കിന് നല്ല വൈബാണില്ലേ. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ ഒത്തുകൂടുന്നത്. ഞങ്ങൾ ഒത്തുകൂടിയാൽ പിന്നെ വേറെ ലെവലാണ്, വേറെ ഒന്നും ഞങ്ങൾ നോക്കത്തില്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂവി കാണാൻ പോകാനായിട്ട്, അതായത് ലോക മൂവി കാണാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ പ്ലാൻ അങ്ങ് ഇംപ്ലിമെൻ്റ് ആക്കി നമ്മളെല്ലാവരും കൂടി ലോക മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ സ്വാതി തിയേറ്ററിലേക്കാണ് വന്നത്. എനിക്ക് കുറേ തിയേറ്ററുകളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വാതി തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇഷ്ടം. നല്ല സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്ത് ആ ഒരു പോപ്കോണൊക്കെ കിട്ടുന്ന അവിടെ കയറിയിരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു തിരക്കുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ടിക്കറ്റ് നോക്കിയിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്ത് അത് കഴിഞ്ഞ് കയറുമ്പോഴേ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് നന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ. നമുക്ക് കിട്ടിയ സീറ്റ് ഫ്രണ്ടിലെ സീറ്റാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ വേറെ ആരുമില്ല, നമ്മളാണ് ഫ്രണ്ടിൽ. പിന്നെ ഇവിടുത്തെ തിയേറ്റർ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, നമുക്ക് ഫ്രണ്ടിലിരുന്ന് കാണുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് വന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത്. പിറ്റേ ദിവസം ചേച്ചിയും ചേട്ടനും ഒക്കെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും വരുമ്പോൾ ഭയങ്കര സന്തോഷവും പോകുമ്പോഴത്തേക്കിനും എന്ത് സങ്കടമാണല്ലേ. പോകുമ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോവുകയും ചെയ്യും. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിപ്പോയി. എല്ലാ പ്രാവശ്യവും എല്ലാവരും വന്നിട്ട് അവരെല്ലാം അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കിനും നന്ദു എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്രാവശ്യം അവളും പോയി കളഞ്ഞ്. അവളും ടെസ്റ്റീച്ചിയുടെ കൂടെ എറണാകുളത്തേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട പോലായി. എനിക്കങ്ങ് എന്തോ ഭയങ്കര വിഷമമായിപ്പോയി ഇമ്പിഡൂസൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും. പിന്നെ എന്തു ചെയ്യും ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മൂവിയുടെ വർക്ക് കിട്ടിയത്. ക്രൗഡ് വർക്കായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ക്രൗഡ് വർക്കിന് പോയിട്ടുണ്ട്. അപ്പം ഇനിയും ക്രൗഡ് വർക്ക് പോവണ്ട, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്ന റോള് വേണം, അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഒറ്റപ്പെട്ട് എനിക്കെന്തോ ഏകാന്തതയൊക്കെ ഫീൽ ചെയ്ത് എനിക്കെന്തോ മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോൾ വിചാരിച്ചു എന്നാൽ അതിൽ നിന്നൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് എറണാകുളത്തൊന്ന് പോവാമെന്ന്. അങ്ങനെ എറണാകുളത്തൊരു ട്രിപ്പ് അടിച്ച് അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അതിനുശേഷം പിന്നെ നേരെ ഞാനിപ്പോൾ പറഞ്ഞ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയി, മൂവി ഷൂട്ടിന്. അത് നിലമ്പൂരാണ് കേട്ടോ. അവിടെയും പോയി 3 ദിവസം നിന്നിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ ബൈ.